സർ, സൗദി ഒരു മിന്നൽ നീക്കം നടത്തുകയാണ്, അല്ലെങ്കിൽ നടത്തി കഴിഞ്ഞു. ഇത് പലർക്കുമുള്ള ഒരു മറുപടിയാണ്. അതായത് ഹിന്ദു എന്ന് കേൾക്കുമ്പോഴും, ഹിന്ദുവിന്റെ ആചാരങ്ങൾ എന്ന് കേൾക്കുമ്പോഴും, ഹിന്ദുവിന്റെ മതഗ്രന്ഥങ്ങൾ എന്ന് കേൾക്കുമ്പോഴും വല്ലാത്ത ചൊറിച്ചിലുണ്ട് ചിലർക്ക്. അത് പറയുമ്പോൾ ചിലർ അസ്വസ്ഥരാകാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഒരു മുസ്ലിം രാജ്യമായ സൗദി ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മറുപടി കൊടുക്കുകയാണ്. സൗദി ഭഗവത്ഗീതയെ കുട്ടികൾക്ക് പഠിക്കാനുള്ള പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഭഗവത്ഗീതയും പഴയുടെ നമ്പൂതിരി എന്നൊക്കെ കേൾക്കുമ്പോൾ പലർക്കും വല്ലാത്തൊരു അസ്വസ്ഥതയും പ്രശ്നങ്ങളും ഒരു വല്ലാത്ത ചികച്ചിലുമൊക്കെയാണ്. ഈ തികട്ടി വരിക എന്നൊക്കെ നമ്മൾ പറയാം, ആ ഒരു അവസ്ഥയാണ് പലർക്കും. അവിടെയാണ് സൗദി ഒരു മിന്നൽ നീക്കം നടത്തിയിരിക്കുന്നത്. ഇനി സൗദിയെ കയറി അടിക്കാൻ പോകൂ ഈ പറയുന്നവരൊക്കെ? സൗദിയുടെ തല വെട്ടോ? ഇല്ല, അങ്ങനല്ല. കാട്ടുകള്ളന്മാരെയും അതുപോലെ തന്നെ മെസ്സി കേരളത്തിലേക്ക് ഇപ്പോൾ കൊണ്ടുവന്ന് പന്തുരുട്ടാമെന്ന് പറഞ്ഞ് വലിയ തള്ളുന്നവരെയും ഒക്കെ സംരക്ഷിക്കാൻ വേണ്ടി നിൽക്കുന്ന ചില മാധ്യമ പ്രവർത്തകർക്ക് ഈ ഗീത എന്ന് പറയുമ്പോൾ അസ്വസ്ഥത തോന്നണം. അത് തന്നെയാണ് ഭഗവത്ഗീതയുടെ വിജയം. ഇത് ദുഷ്ടന്മാർക്കെതിരെയും സന്മനസ്സുള്ളവർക്കും സമാധാനം ആഗ്രഹിക്കുന്നവർക്കും വേണ്ടി രചിക്കപ്പെട്ട ഒരു കൃതിയാണ്. ഈ സൗദി അറേബ്യ എന്ന് പറയുന്ന രാജ്യം ഏതൊരു അവതാരകനാണോ ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്, ആ അവതാരകനേക്കാൾ വലിയ വലിയ ബുദ്ധിയുള്ള ആൾക്കാരുടെ ഒരു രാജ്യമാണ്. ആ കാരണം അവരുടെ പ്രഖ്യാപിതമായ ഇസ്ലാമിക നിയമങ്ങൾക്കും ഇസ്ലാം മതത്തിൻ്റെയും താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ ഒന്നാണോ അതെന്ന് പരിശോധിച്ച ശേഷം മാത്രമേ ആ രാജ്യത്ത് അങ്ങനെയൊക്കെ ഉള്ള ഗ്രന്ഥങ്ങൾ അവരുടെ സിലബസിൽ ഉൾക്കൊള്ളിക്കാറുള്ളൂ. അങ്ങനെ വളരെ ശ്രദ്ധിച്ച് കുട്ടികളുടെ ഭാവി എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിച്ച് ചെയ്യുന്ന ഒരു രാജ്യമാണ്. ആ രാജ്യം ഈയിടെയാണ് സ്ത്രീകൾക്ക് ഡ്രൈവ് ചെയ്യാനും പുറത്തേക്ക് ഇറങ്ങി വരാനും ഈ പർദ എന്ന് പറയുന്ന വസ്ത്രം ധരിക്കാതിരിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം നൽകുന്നത്. അതുകൊണ്ട് സ്ത്രീകൾ വൻതോതിൽ ആ രംഗത്തേക്ക് വന്നിട്ടുണ്ട്. ഭഗവത്ഗീതയാകട്ടെ സ്ത്രീ നേരിട്ട വസ്ത്രാക്ഷേപത്തിന് എതിരെ, ആ അധർമ്മത്തിനെതിരെ ധർമ്മത്തിൻ്റെ ഭാഗത്തു നിൽക്കുന്നവർ നടത്തുന്ന മഹാസംഗ്രാമം അല്ലെങ്കിൽ യുദ്ധമാണ്. വാസ്തവത്തിൽ അങ്ങനെ പലതരത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. അങ്ങനെയും വ്യാഖ്യാനിക്കാം, ഈ അരുൺ പറഞ്ഞ രീതിയിലും വ്യാഖ്യാനിക്കാം. ഇത് ഭഗവത്ഗീതാകാരൻ തന്നെ അതിൻ്റെ അവസാനം പറയുന്നുണ്ട്. ഞാൻ ഇത്രയൊക്കെ എന്നോട് പറഞ്ഞു, അർജുനനോട് കൃഷ്ണൻ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞു. നീ ഇതിലെ യുക്തി നോക്കിയിട്ട് നിൻ്റെ യുക്തിക്കനുസരിച്ച് ചിന്തിച്ചിട്ട് വേണ്ട തീരുമാനങ്ങളിൽ എത്തുക എന്ന് പറയുമ്പോഴാണ് ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യ വരാൻ നിബോധത എന്ന് പറഞ്ഞുകൊണ്ട് ആലസ്യത്തിലായിരുന്ന അർജുനൻ ചാടി എഴുന്നേറ്റ് സംഗ്രാമത്തിന് പുറപ്പെട്ടുകൊണ്ട് ദുഷ്ടന്മാരെ എല്ലാം നിഗ്രഹിച്ചത്. ആ ദുഷ്ടന്മാരെ നിഗ്രഹിച്ച് ആരെയാണ് നിഗ്രഹിച്ചത്? പാഞ്ചാലി എന്ന് പറയുന്ന ഋതുമതിയായ സ്ത്രീയെ കൗരവ സദസ്സിന് മുമ്പിൽ കൊണ്ടുവന്നിട്ട് അവരുടെ വസ്ത്രാക്ഷേപം ചെയ്ത ദുശാസനനെ, അദ്ദേഹത്തിൻ്റെ ചേട്ടനായ ദുര്യോധനെ, അത് കണ്ടിരുന്ന് കൈകൊട്ടിക്കൊണ്ടിരുന്ന കർണനെ, അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ ഈ ലോകത്ത് വെച്ചുകൊണ്ടിരിക്കേണ്ടവരല്ല. സ്ത്രീകളുടെ നേരെ പീഡനം നടത്തുന്നവർ അവരൊന്നും ലോകത്ത് ജീവിച്ചിരിക്കേണ്ട ധർമ്മികളല്ല എന്നുള്ള ഒരു മഹത്തായ സന്ദേശം നൽകുന്ന ഒരു കാര്യവും കൂടിയാണ്. അതും കൊണ്ടും കൂടിയായിരിക്കാം സ്ത്രീകളെ അവഹേളിക്കുന്ന, നിന്ദിക്കുന്ന ആളുകൾക്കെതിരെ ഉള്ള ഒരു തരത്തിലുള്ള ഒരു ധാർമ്മിക രോഷം അവിടുത്തെ കുട്ടികളിൽ ഉണ്ടാക്കാനും അതുപോലെയുള്ള കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനും വേണ്ടി ഈ ശ്രമം നടത്തിയത്. നമ്മളിത് പറയുമ്പോൾ ധന്യ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സൗദി അറേബ്യയിലെ ധാരാളമായിട്ട് കിട്ടുന്ന ഒരു ഫലമാണ്, നമുക്കറിയാം, ഡ്രൈ ഫ്രൂട്ടാണ് ഈന്തപ്പഴം. അതുപോലെ തന്നെ അവിടുത്തെ പ്രധാന ആഹാരം മാംസാഹാരങ്ങളാണ്. ഇതൊക്കെ ഈ കുട്ടിക്കാലത്ത് തന്നെ ധാരാളമായിട്ട് കഴിക്കുകയാണ്. 4 നേരം 3 നേരമൊക്കെ ഇറച്ചി, കബൂസ്, ഇതൊക്കെയാണ്. അത് വളരെ രുചികരമായിരിക്കാം. നല്ല രീതിയിലുള്ള ചിക്കനും അവിടെ ഉണ്ടാക്കുന്നത്. ഒരിക്കൽ കഴിക്കാൻ ഇടയായിട്ടുണ്ട്. എന്നാൽ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള മസാലകൾ ഇത്രയും ഇല്ലെങ്കിലും മഞ്ഞൾ നല്ലപോലെ ചേർക്കുന്ന വിഭവങ്ങളാണ്. വായിക്കൂ, വെള്ളം വരുന്നുണ്ട് പറയുമ്പോൾ. അതുകൊണ്ട് ഉച്ചാരണം ചിലപ്പോൾ ഒന്ന് മാറിപ്പോകാൻ സാധ്യതയുണ്ട്. ഞാൻ കുഴപ്പമില്ല, ഒന്ന് ക്ഷമിക്കണം. അതുകൊണ്ട് അങ്ങനെയുള്ള വിഭവങ്ങൾ കൊതിയൂർന്ന വിഭവങ്ങളാണ്. പക്ഷേ ഇത് കഴിച്ചു കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു ഇഫക്റ്റ് എന്ന് പറയുന്നത് കുട്ടികളിൽ ഈ അഡ്രിനാലിൻ, അതുപോലെ ടെസ്റ്റോസ്റ്റിറോൺ, ഇതാണ് പ്രധാനപ്പെട്ട പുരുഷ ഹോർമോണുകൾ.
ഇതിൻ്റെ അളവ് വളരെയധികം വർദ്ധിക്കാറുണ്ട്. എന്നാൽ ഈ ലൈംഗിക കാര്യങ്ങളിൽ വളരെ അച്ചടക്കം നിലനിർത്തുന്ന ഒരു രാജ്യവും കൂടിയാണ് ഈ സൗദി അറേബ്യ എന്ന് പറയുന്നത്. കാരണം മറ്റൊരു സ്ത്രീയെ കല്യാണം വേറെ കഴിക്കാം, അങ്ങനെ കല്യാണം കഴിച്ച് കുട്ടികളുണ്ടായിട്ട് ഉള്ള ആൾക്കാർ ആ സ്ത്രീകളെ താമസിപ്പിക്കാൻ വേണ്ടി പ്രത്യേകം വെച്ചിരിക്കുന്ന വീടുകൾ, നമ്മുടെ അമ്മ വീടുകൾ അല്ലേ, ചിന്ന വീടുകളോ എന്നൊക്കെ പറയുന്ന പോലെയുള്ള വീടുകൾ ധാരാളം ഉണ്ട്. അവിടെ പണമുണ്ട് അവർക്ക്, ചിന്ന വീട്, അതെ ആ തരത്തിലുള്ള വീടുകൾ ധാരാളമായിട്ട് പ്രത്യേകമായിട്ടൊരു ഭാഗത്ത് അവർ സുഖമായിട്ട് താമസിക്കും. അവർക്ക് പണമുണ്ടല്ലോ, അത് ചിലവിന് കൊടുക്കാനൊക്കെയുള്ള പണമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ രാജ്യത്ത് അവിടെ ഒരിക്കലും ഒരു ലിഫ്റ്റ് പ്രവർത്തിക്കാതെ വന്നു. എന്താണ് ഈ ലിഫ്റ്റിൻ്റെ കാര്യം? ടെക്നീഷ്യന്മാർ കഠിന പരിശ്രമം നടത്തിയിട്ടും അതെന്താണ് സംഭവം നടന്നതെന്നൊരു പിടിയും കിട്ടുന്നില്ല. അവസാനം നോക്കിയപ്പോഴാണ് ഒരു ചെറുപ്പക്കാരനും ചെറുപ്പം എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികളായിരിക്കാൻ പ്രായമുള്ളൂ, അവർ രണ്ടും കൂടിയാണ് ഈ ലിഫ്റ്റ് ബ്ലോക്ക് ആക്കി വെച്ചിരിക്കുന്നത്. അവരവിടെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വാലന്റൈൻസ് ഡേ ആഘോഷിക്കുക. അതാണ് സൗദി അറേബ്യയിൽ അത് നിഷിദ്ധമാണ്. സ്വകാര്യതയിൽ മാത്രം രഹസ്യമായിട്ട് നടത്തേണ്ടത്. ഈ ലിഫ്റ്റ് മുഴുവൻ കുടുക്കി കഴിഞ്ഞത് ആ രഹസ്യം പുറത്തിറങ്ങി. അതുപോലെ തന്നെ ഇപ്പോൾ ധാരാളമായിട്ട് ഫ്രാൻസിലേക്കും ഒക്കെ അവിടുന്ന് ധാരാളം ചെറുപ്പക്കാരും ഒക്കെ പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് തീർച്ചയായിട്ടും ഒരു തടയിടാൻ അവർ എല്ലാ ദിവസവും ഖുർആൻ പ്രാർത്ഥന കേൾക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരും ഒക്കെയാണ്. എങ്കിലും അവിടെ പള്ളികളിലുള്ള പ്രഭാഷണങ്ങൾ കേൾക്കുകയും ചെയ്യുമ്പോൾ ഇതിനൊരു തടയിടാൻ വേണ്ടിയിട്ട് യോഗയെക്കുറിച്ച്, ബ്രഹ്മചര്യത്തെക്കുറിച്ച് ഒക്കെ, അതുപോലെ തന്നെ അനാസക്തി യോഗത്തെക്കുറിച്ച് ഒക്കെ പറയുന്ന ഇതുപോലൊരു ഗ്രന്ഥം വേറെ ഒരു ഗ്രന്ഥത്തിൽ ഈ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു ഗ്രന്ഥം കൂടി നമ്മുടെ സിലബസിൽ ഉൾപ്പെടുത്താമെന്നുള്ള ഒരു തീരുമാനം അതിൻ്റെ ഉൾപ്പെടുത്തി കഴിഞ്ഞു പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ ഒരു തരം ലൈംഗിക അരാജകത്വം വരാതിരിക്കാൻ വേണ്ടിയാണ്. നമുക്കറിയാമല്ലോ, മഹാത്മാഗാന്ധി ഈ ബ്രഹ്മചര്യത്തിൽ വിശ്വസിച്ചിരുന്ന ഒരാളാണ്. അത് പരീക്ഷിച്ച് വിജയിപ്പിച്ച ഒരാളുമാണല്ലോ. അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് അദ്ദേഹം ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന 2 കാര്യങ്ങൾ ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണന്റെ ഉപദേശവും അതുപോലെ തന്നെ സാക്ഷാൽ യേശു ക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണവുമാണ്. മൗണ്ടൻ സ്പീച്ച് എന്നാണ് പറയുന്നത്. ആ ഇത് രണ്ടുമാണ് അദ്ദേഹം ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വില കൊടുത്തിരുന്ന 2 കാര്യങ്ങളെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഹിന്ദുമതത്തിന് പുറമേയുള്ള ധാരാളം ആളുകളും ഈ ഭഗവത്ഗീതയിൽ വിശ്വസിച്ചിരുന്നവരാണ്. അതിപ്പോൾ കേരളത്തിലും ഉണ്ട്, ഇങ്ങനെ പലരും പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എങ്കിലും ലോകത്തിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട 1-2 പേരുടെ കാര്യങ്ങൾ മാത്രം പറയാം. അതായത് ഓപ്പൺഹീമർ, ഈ ശരിക്കും ഈ നാഗസാക്കിയിലും ഹിരോഷിമയിലും ചെന്ന് 10,000-ങ്ങളെ കൊന്ന ബോംബ് തയ്യാറാക്കിയ ആളാണ് ഓപ്പൺഹീമർ. സിനിമ തന്നെ പുറത്തിറങ്ങിയിട്ടുണ്ട്. അദ്ദേഹം എപ്പോഴും കൂടെ കൊണ്ടു നടന്നിരുന്ന ഒന്നാണ് ഈ ഭഗവത്ഗീതയുടെ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ഈ ആളുകളെ കൊല്ലാൻ പോകുന്ന ബോംബാണിതെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വലിയ മനസ്സിന് കാലുഷ്യമുണ്ടായി. പക്ഷേ ഭഗവത്ഗീത വായിച്ചപ്പോഴാണ് ഇദ്ദേഹത്തിന് അതിലൊരു സമാധാനം കിട്ടിയത്. കാരണം അധർമ്മത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഫാഷിസത്തെ, അതുപോലെ നാറ്റ്സിസത്തെയും നശിപ്പിക്കാൻ വേണ്ടിയുള്ള ഒന്നാണെന്നുള്ള ഒരു ഉറപ്പ് അദ്ദേഹത്തിന് കിട്ടുന്നത് ഭഗവത്ഗീത വായിക്കുമ്പോഴാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ തത്വം, അതായത് E=mc² എന്ന് പറയുന്ന തത്വവും അതുപോലെ തന്നെ ആപേക്ഷിക സിദ്ധാന്തവും ഒക്കെ ലോകത്തെ പഠിപ്പിച്ച ശാസ്ത്രജ്ഞന്മാരിലെ ഏറ്റവും വലിയ തമ്പുരാനായിട്ടുള്ള ആൽബർട്ട് ഐൻസ്റ്റീൻ മഹാത്മാഗാന്ധിയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. ഇങ്ങനെ ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്നത് ഇനി വരുന്ന തലമുറകൾക്ക് വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും എന്ന് ആരെപ്പറ്റി പറഞ്ഞു? മഹാത്മാഗാന്ധിയെ പറ്റി. മഹാത്മാഗാന്ധി എപ്പോഴും കൊണ്ടു നടന്നിരുന്ന ഒരു ഗ്രന്ഥമാണ് ഭഗവത്ഗീത. അദ്ദേഹവും ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഉത്തരമായി കണ്ടിരുന്നത് ഭഗവത്ഗീതയാണ്. ബാലഗംഗാധര തിലകനും അതുപോലെ തന്നെയാണ്. അതുപോലെ തന്നെ ഗാന്ധിജിയുടെയും ഗുരുവര്യനായിട്ടുള്ള ആളുകളും അതുപോലെ തന്നെ സ്വാതന്ത്ര്യ സമരത്തിലെ പല യോദ്ധാക്കളും മതഭേദമന്യേ ഈ ഭഗവത്ഗീതയെ പരിരംഭണം ചെയ്തിരുന്നു. അത് ജീവിതത്തിൻ്റെ മാർഗദർശക ഗ്രന്ഥമായിട്ട് കൊണ്ടു നടന്നിരുന്നു. ആചാര്യ വിനോബാ ഭാവെ ആണ് അതിലൊരാൾ. ആചാര്യ വിനോബാ ഭാവെ പറയുന്നത് ജീവിതത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരം അതിലുണ്ട്. അത് അദ്ദേഹം ഉദ്ധരിക്കുന്ന ഒന്ന് കർമ്മണ്യേവ അധികാരി മാ ഫലേഷു കഥാചന. അതായത് കർമ്മം ചെയ്യാനുള്ള അധികാരം മാത്രമേ നിനക്കുള്ളൂ. ആ കർമ്മം നീ ചെയ്യുക, അതിൻ്റെ ഫലം തരേണ്ടത് ഈശ്വരനാണ്, അത് തന്നുകൊള്ളും. അതിനെക്കുറിച്ചുള്ള യാതൊരു ചിന്തയും നിനക്ക് വേണ്ട. അങ്ങനെ വരുമ്പോൾ അത് തന്നെയാണ് അനാസക്തി യോഗവും. നമ്മൾ
എന്തെങ്കിലും ഫലം ഇച്ഛിക്കാതെ തന്നെ കർമ്മം ചെയ്യുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ ഫലം ദൈവം എത്തിച്ചുകൊള്ളും എന്ന് പറയുമ്പോൾ നമ്മുടെ ടെൻഷൻ ഇല്ലാതാവുകയാണ്. ദൈവമേ, നമ്മൾ ഇത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇതിന് റേറ്റിംഗ് കിട്ടുന്നില്ലല്ലോ എന്നുള്ള നമ്മുടെ ഒരു ടെൻഷൻ ഉണ്ടല്ലോ. ആ ടെൻഷൻ നമ്മൾ പറയാനുള്ളത് പറയുക, റേറ്റിംഗ് അത് ജനങ്ങളാണ് തരേണ്ടത് എന്നുള്ള ഒരു ടെൻഷൻ ഇല്ലായ്മയിലേക്ക് നമ്മൾ നീങ്ങണമെന്നുള്ളതാണ് ഭഗവത്ഗീത നമ്മെ ഉദ്ബോധിപ്പിക്കുന്നതും പഠിപ്പിക്കുന്നതും. അതുകൊണ്ട് തന്നെ മഹത്തായ തത്വങ്ങൾ ഒരു മതത്തെ അതിലൊരിടത്തും പറയുന്നില്ല നിങ്ങൾ ഈ മതം സ്വീകരിക്കണം, ആ മതം സ്വീകരിക്കണം, ഈ പറഞ്ഞത് മാത്രം സത്യം എന്ന് പറയുന്നില്ല. അതിൻ്റെ അവസാനം ശ്രീകൃഷ്ണൻ തന്നെ പറയുന്നത്, ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു, നീ നിൻ്റെ യുക്തി ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ഈ പറഞ്ഞതിൽ യുക്തി ഉണ്ടോ എന്ന് പരിശോധിച്ച് അന്വേഷിച്ച് വേണ്ടതുപോലെ നടപടികളിലേക്ക് നീങ്ങുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല, ഇതാരെയും അടിച്ചേൽപ്പിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത് ഏറ്റവും ജനാധിപത്യപരമായിട്ടുള്ള ഒരു കൃതിയായിട്ട് മാറുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.